ഫിഗറിൽ കാണാം ഒരു സർഫസ്, ഫ്ലാറ്റ് സർഫസ്, ദിസ് എമിറ്റിംഗ് റേഡിയേഷൻ. ഈ സർഫസ് എന്ന് വെച്ചാൽ ഓക്കെ റേഡിയേഷൻ ഈ ഒരു ഡയറക്ഷനിൽ പോവാം. ദാറ്റ് ഈസ് സർഫസ് 1ൽ നിന്ന് സർഫസ് 2ലേക്ക് നമ്മൾ F12 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ റേഡിയേഷൻ വ്യൂ ഫാക്ടർ ഫ്രം സർഫസ് 1 ടു സർഫസ് 2. ഓക്കെ, തിരിച്ച് ഇങ്ങോട്ടേക്ക് ആണെന്നുണ്ടെങ്കിൽ വിൽ റൈറ്റ് ആസ് F21. രണ്ടാമത്തെ സർഫസിൽ നിന്ന് ഫസ്റ്റ് സർഫസിലേക്ക് വീഴുന്ന ആ റേഡിയേഷന്റെ എമൗണ്ട് ആണ് F21. റേഡിയേഷൻ വ്യൂ ഫാക്ടർ ഉണ്ട്. ഇനി വേണമെങ്കിൽ ഈ ഒരു റേഡിയേഷൻ ആ സർഫസ് തന്നെ വീഴാം. ദാറ്റ് ഈസ് F11 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. പക്ഷേ F12 എന്ന് പറഞ്ഞാൽ 0 അല്ല, കാരണം അവിടെ ഒരു വ്യൂ ഫാക്ടർ ഉണ്ട്. ഓക്കെ, അതാണ് ഈ ഫ്ലാറ്റ് സർഫസ് കാണിച്ചിരിക്കുന്നത്. ഇനി അതല്ല, ഒരു കോൺവെക്സ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു ടു അനദർ സർഫസ്, ഒരു വേറെ സർഫസിലേക്ക് എമിറ്റ് ചെയ്യുന്നു. ഇവിടെ എന്ന് വെച്ചാൽ 1ൽ നിന്ന് 1 എന്ന് വെച്ചാൽ കോൺകേവ് സർഫസ് ആണ്, 2 എന്ന് വെച്ചാൽ സെക്കൻഡ് സർഫസ് ആണ്, കോൺവെക്സ് സർഫസ് ആണ് 1. ഓക്കെ, അപ്പൊ ഇതിൽ F11 വരാം, F12 വരാം, F12 വരാം. പക്ഷേ നമുക്കറിയാം ഇവിടെ സർഫസ് 1ൽ നിന്ന് ആ സർഫസിലേക്കുള്ള വീഴാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സോ F11 വ്യൂ ഫാക്ടർ ഫ്രം 1 to 1 ഇറ്റ് ഈസ് 0. പക്ഷേ F12 ഇസ് പ്രസന്റ്. ബട്ട് ഇഫ് യു ടേക്ക് ദിസ് കേസ്, ഒരു കോൺകേവ് സർഫസ് എടുക്കുകയാണെങ്കിൽ, സോ ദർ ഇസ് എ സർഫസ്, ഇറ്റ് ഈസ് റേഡിയേറ്റിംഗ്, എ കോൺകേവ് സർഫസ്, ഇറ്റ് ഈസ് റേഡിയേറ്റിംഗ്. അപ്പം ഈ ഒരു കേസ് വെച്ചാൽ F1, സപ്പോസ് വി ഹാവ് അനദർ സർഫസ് സേ 2, ഒരു സെക്കൻഡ് സർഫസ് കൊണ്ടെന്നിരിക്കട്ടെ. സോ F11 ഉണ്ട്, സോ F12 ഉണ്ട്, F12 ഉണ്ട്. സോ ഇവിടെ F12 ഇസ് നോട്ട് ഈക്വൽ ടു 0, കാരണം ഈ ഒരു സർഫസ് വീഴുന്നത് ആ സർഫസിൽ തന്നെ വീഴാം, ആ സർഫസ് വീഴുന്നത് പിന്നെ കുറച്ച് പോർഷൻ സെക്കൻഡ് സർഫസിലേക്ക് ഫോളോ ചെയ്യാം. അപ്പം ആ ഒരു കേസിൽ F11 ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. പക്ഷേ F12 ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് വ്യൂ ഫാക്ടറിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യൂ ഫാക്ടർ റിലേഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ വൺ ഓഫ് ദ റിലേഷൻ, it is the reciprocity theorem, or the relation is A1 F12 is equal to A2 F21. Okay, so ഞാൻ രണ്ട് സർഫസ് കൺസിഡർ ചെയ്യുന്നു. So surface 1 and surface 2 have the area A1 having the another area A2. Okay, now if I take this relation, so this is F1 to 2, this is F2 to 1. So this reciprocity theorem states that A1 F12 is equal to A2 F21. അതാണ് റെസിപ്രോസിറ്റി തിയറം പറയുക. A1 F12, A1ന്റെ ഏരിയ multiplied by F12 shape factor of the surface 1 is equal to A2 into F21. അതാണ് റെസിപ്രോസിറ്റി തിയറം. A1 F12 is equal to A1 F12 is equal to A2 F21. അല്ലെങ്കിൽ ഈ ജനറലൈസ് ഇങ്ങനെ പറയാം, AI Fij. So A1 1 to 2 is equal to AJ, that is A2 2 to 1. So A1 F12 is equal to A2 F21. ഇതാണ് റെസിപ്രോസിറ്റി തിയറം. ഓക്കെ, സെക്കൻഡ് റൂളാണ് സമ്മേഷൻ റൂൾ. സമ്മേഷൻ റൂൾ പറയുന്നു, സോ ദർ ഈസ്
a emitting surface I, and that radiation is falling on different surfaces. So surface 1, use another color. Surface 1 ൽ വീഴുന്നുണ്ട്. Then there is another surface, say 2. Then the planar surface 3. Then another surface, say concave surface 4. Then a planar surface 5. So അങ്ങനെ 5 സർഫസിൽ വീഴുന്നുണ്ട്. A planar surface, a convex surface, then again a planar surface, then a concave surface, a planar surface. So F ഇവിടെ 1 നിന്ന് 2 വരുന്നുണ്ട്. Then F11 വരുന്നുണ്ട്. ഇതിലേക്ക് വരുന്ന റേഡിയേഷൻ എന്ന് വെച്ചാൽ F1 ൽ നിന്ന് 1 വീഴാം, പ്ലസ് F1 ൽ നിന്ന് 2 വീഴാം, പ്ലസ് F1 to 3 plus F1 to 4 plus F1 to 5. ഇനി ഇതിലേക്കും തന്നെ വീഴാം. പ്ലസ് സേ Fi എന്ന സർഫസ് ആണ്, അല്ലെങ്കിൽ സേ ലെറ്റ് മീ ടേക്ക് 6 ആണ് സർഫസ്. F6 to 6 again equal to 1. അതാണ് സമ്മേഷൻ റൂൾ പറയുന്നത്. സമ്മേഷൻ റൂൾ, ദർ ഈസ് സം ഓഫ് ദ വ്യൂ ഫാക്ടേഴ്സ് ഫ്രം സർഫസ് I of an enclosure to all surface of the enclosure, including to itself, must be equal to unity. So I'll make it a correction out here. So we are taking this as the surface 1. This is 2, 3, 4, 5, 6. Okay. So F1 to 2, 1 ൽ നിന്ന് 2 അതോടൊപ്പം തന്നെ പ്ലസ് F2 to 3, F2 to 3 പ്ലസ് F1 to 3 plus F1 to 4 plus F1 to 5 plus F1 to 6 plus ഇതിലേക്ക് തന്നെ വീഴാം, പ്ലസ് F1 to 1 is equal to 1. അതാണ് സമ്മേഷൻ റൂൾ. The sum of all view factors from surface I is 1 of an enclosure to all surface of the enclosure. Enclosure എല്ലാ surface 2, 3, 4, 5, 6 including to itself. Including itself എന്ന് വെച്ചാൽ F11 1 ൽ നിന്ന് 1 തന്നെ വീഴുന്നു, must be equal to unity. That is summation rule. നമ്മൾ രണ്ട് റൂളാണ് പറഞ്ഞത്. One is the reciprocity relation. Reciprocity relation, that is A1 F1 to 2 is equal to A2 F2 to 1. That is reciprocity rule or reciprocity relation. Second summation rule ആണ്. Summation rule, it is the summation of all the view factors from surface I. ഇതാണ് സർഫസ് I എന്ന് പറയുന്നത്. സർഫസ് I ൽ നിന്ന് J യിലേക്ക് പോകുന്നത്. സോ ദിസ് ഇസ് J equal to 1, J equal to 2, J equal to 3, J equal to 4, J equal to 5. Okay.
So that's equal to 1. അതാണ് സമ്മേഷൻ റൂൾ പറയുന്നത്. Then another rule, it is called superposition rule. Superposition rule പറയുന്നത് വെച്ചാൽ, so we have a vertical wall. It is divided into two halves. So surface 2 and bottom surface treated as 2 and top surface it is treated as 3. അപ്പം ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. The bottom surface and this is top surface. And the emitting surface is 1. 1 ആണ് emitting surface. എന്നിരിക്കട്ടെ, 1 it is emitting surface. Okay. Now superposition rule പറയുന്നു F1 2 to 3 വെച്ചാൽ ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ ആണ്. നമുക്കൊരു സിംഗിൾ സർഫസ് ഉണ്ടായിരുന്നു, ആ സിംഗിൾ സർഫസിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരു സിമ്പിൾ വെർട്ടിക്കൽ വാൾ ഉണ്ടായിരുന്നു, ആ വെർട്ടിക്കൽ വാളിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. സോ 2 and 3. സോ 1ൽ നിന്ന് 2ലേക്കും 3ലേക്കും, from 1 to 2 to 3, that's equal to F1 to 2 plus F1 to 3. 1 to 3. The view factor from a surface I to the surface J equal to the sum of the view factor from surface I to the parts of the view factor J. ഇവിടെ രണ്ട് പാർട്ടാണുള്ളത്, 2 and 3. സോ 1 to 2ന്റെയും 1 to 3ന്റെയും സമ്മേഷൻ ആയിരിക്കും F1 to 2 to 3 എന്ന് പറയും. F1 to 2 and 3 is equal to F1 to 2 plus F1 to 3. ഇതിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ A1 F1 to 2 to 3, that's equal to A1 F1 to 2 plus A1 F1 to 3. ഇനി നമ്മൾ റെസിപ്രോസിറ്റി തിയറം നേരത്തെ പറഞ്ഞ് അപ്ലൈ ചെയ്തു. റെസിപ്രോസിറ്റി തിയറം എന്ന് വെച്ചാൽ ഇവിടെ ഏരിയ A2 plus A3 ഇൻറ്റു F23 എന്ന് പറയുന്ന സർഫസിൽ നിന്ന് remove. സോ ഇവിടെ എന്ന് വെച്ചാൽ റെസിപ്രോസിറ്റി തിയറം അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് A2 plus A3 into F2, 3 to 1. 2ൽ നിന്നും 3ൽ നിന്നും 1ലേക്കുള്ളത് ആ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ A2 and A3 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് A1 F12 എന്നാണ് നമുക്കറിയാം. റെസിപ്രോസിറ്റി എന്ന് വെച്ചാൽ A1 F12 is equal to A2 F21 എന്നാണ്. അതേപോലെ ഇവിടെ നമുക്ക് എഴുതാം A1 F12ന് പകരം A2 F221. അതേപോലെ റെസിപ്രോസിറ്റി തിയറം ഇവിടെ അപ്ലൈ ചെയ്യാം. A1 F13 is equal to A3 F321. സോ ഇവിടെ പ്ലസ്
A3 F3 to 1. അതിൽ നിന്ന് നമുക്ക് F3 to 1, F2 to 3, 1, 2 to 3ൽ നിന്ന് 1ലേക്കുള്ളത് that's equal to A2 F21 plus A3 F31 divided by A2 plus A3. So this is the way in which you can find F3 to 1. Superposition rule പറയുന്നു the view factor from surface I, so this is surface I to surface J is equal to the sum of the view factors from surface I to the parts of the surface of J. Part surface 2 and 3 are. That is F1 to 2, 3. That's equal to F1 to 2 plus F1 to 3. That is the superposition rule. Then another rule, it is coming in the radiation view factor. It is a symmetric rule. So here there are two surfaces. Then there is a planar surface. So the planar surface is named as 1, and the circular surfaces are named as 2 and 3. So it is symmetrical about an axis. So it can be written like this: F1 to 2 is equal to F1 to 3. That is Fi to J is equal to Fi to K. ഇത് J എന്ന് പറയുന്ന സർഫസും ഇത് K എന്ന് പറയുന്ന സർഫസും ആണെങ്കിൽ Fi to J is equal to Fi to say K. Okay, അതാണ് പറയുന്നത്. അല്ലെ തിരിച്ചും എഴുതാൻ സാധിക്കും. That is F3 to 1 is equal to F2 to 1. That is Fj to I is equal to Fk to I. So that is symmetry rule. അങ്ങനെ 4 റിലേഷൻസ് ആണ് ഉള്ളത്. That is view factor relations. One is the reciprocity rule or reciprocity theorem. That is A1 F12 is equal to A2 F21. Second on a summation rule, the summation of Fi to J is equal to 1, where J varies from 1 to number of surfaces. Other J varies from 1 to say n. എത്ര സർഫസ് എന്ന് വെച്ചാൽ അത്രയും സർഫസ്. J varies from 1 to n. ഇവിടെ വെച്ചാൽ 1, 2, 3, 4, 5 സർഫസ് ഉണ്ട്. So I varies from 1 to 5. അതിൽ വരുന്ന വെച്ചാൽ F1 to 1 വരും, F1 to 2 വരും, F1 to 3 വരും. ഇവിടെ 3 സർഫസ് അവർ കൺസിഡർ ചെയ്തു. Then F1 to 5, sorry 1 to 4 plus F1 to 5 is equal to 1. So here they consider only 3, I to 3 only, J from 1 to 3 only. So that's why they reckon 1 to 3. ഇവിടെ നമ്മുടെ given figure അനുസരിച്ച് 5 സർഫസ് ഉണ്ട്. So 1 to 1, 1 to 2, 1 to 3, 1 to 4, 1 to 5. That's equal to 1. That is summation rule. In superposition rule പറയുകയാണെങ്കിൽ F1 to 2 to 3 is equal to F1 to 2 plus F1 to 3.
So here 2 and 3 are a part of the single surface. അപ്പം ഇതെന്താണെന്നുള്ളത് ഫർദർ ആയിട്ട് വരുന്ന പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. For the time being, please understand all these rules. The another is symmetric rule, that is F1 to J. ഇവിടെ ഒരു symmetric ആണ്, surface symmetric ആണ്. So I is the emitting radiation, J it is the J and K are the receiving surfaces. So I to J, F I to J is equal to F I to K. Or the reverse also possible, F K to I is equal to F J to I. Okay, so that is the symmetric rule. So these ideas please keep in mind. So it will be coming when you do a problem. Okay, so before discussing the problem, let us discuss about some more things. And here we have some definitions initially. And one of the definitions is irradiation, and second definition is radiosity. Irradiation and radiosity. So two definitions you must understand. One is the irradiation. It is a total radiation incident upon a surface per unit time and per unit area. ഒരു യൂണിറ്റ് ഏരിയയിൽ വീഴുന്ന സർഫസിൽ, ഒരു യൂണിറ്റ് ഏരിയ സർഫസിൽ വീഴുന്ന ടോട്ടൽ ഇൻസിഡന്റ് റേഡിയേഷനെയാണ് പറയുന്നത് ഇർറേഡിയേഷൻ എന്ന് പറയാം. സോ എ റേഡിയേഷൻ G is say 10 units is falling on a surface. So total incident radiation ആണ് നമ്മൾ irradiation എന്ന് പറയുന്നത്. So irradiation, it is a total radiation incident upon a surface per unit time and per unit area. ഒരു യൂണിറ്റ് ഏരിയ സർഫസ് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ടോട്ടൽ ഇൻസിഡന്റ് റേഡിയേഷൻ ആണ് നമ്മൾ ഇർറേഡിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ വരുന്ന ടോട്ടൽ ഇൻസിഡന്റ് റേഡിയേഷൻ 10 യൂണിറ്റ്സിൽ ചില യൂണിറ്റ്സ് റിഫ്ലക്ട് ചെയ്യാം, ചില യൂണിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാം, സം യൂണിറ്റ്സ് ഇറ്റ് വിൽ ബി അബ്സോർബ്. 10 യൂണിറ്റ്സ് വന്നു കഴിഞ്ഞാൽ സേ 4 units it has been transferred to the room. Suppose it is a room, some part is reflected, say 2 units it is reflected, then 4 units it is being absorbed. ഒരു ഗ്ലാസ് ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള ഒരു വാൾ ആണെങ്കിൽ, ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള സർഫസ്, ഇപ്പോൾ നമ്മുടെ വിൻഡോ പെയിൻ ഗ്ലാസ് ആണെങ്കിൽ കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാം, കുറച്ച് റിഫ്ലക്ട് ചെയ്യാം, കുറച്ച് അബ്സോർബ് ചെയ്യാം. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ആകെ ടോട്ടലാണ് ടോട്ടൽ ഇൻസിഡന്റ് റേഡിയേഷൻ അല്ലെങ്കിൽ ഇർറേഡിയേഷൻ എന്ന് പറയാം. സോ 10 units of energy is coming, that is irradiation. It is defined as the total radiation energy incident upon a surface per unit time per unit area. It is called the irradiation, and its unit is watt per meter square. Watt എന്ന് അറിയാം, that is joule per second ആണ് watt, then meter square ഉണ്ട്. So this is the total energy. Energyയുടെ യൂണിറ്റ് ആണ് joule per second, watt. Energy joule per second, watt. So total energy, it is total incident radiation falling on a surface per unit area per unit time. It is called the irradiation. Next is the radiosity. Radiosity എന്ന് വെച്ചാൽ ഈ വരുന്ന റേഡിയേഷനിൽ കുറച്ച് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ സം റേഡിയേഷൻ ഇസ് റിഫ്ലക്റ്റഡ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം എല്ലാ ബോഡീസും എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓൾ ബോഡീസ് എബോവ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എമിറ്റ്സ് റേഡിയേഷൻ. അപ്പം ഈ എമിറ്റർ റേഡിയേഷൻ്റെയും റിഫ്ലക്ട് റേഡിയേഷൻ്റെയും സമ്മാണ് റേഡിയോസിറ്റി എന്ന് പറയാം. സോ റേഡിയോസിറ്റി ഇറ്റ് ഈസ് ദ ടോട്ടൽ റേഡിയേഷൻ leaving the surface per unit time per unit area. ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ എത്രത്തോളം എനർജി പുറത്തേക്ക് പോകുന്നു അതിനെയാണ് എന്ത് പറയാം, റേഡിയോസിറ്റി എന്ന് പറയും. കാരണം ഒരു ഒബ്ജക്റ്റ് സ്വയമേ
റേഡിയൻ എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്, സ്വയമേ റേഡിയൻ എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം എമിസിവിറ്റി ഈസ് ഈക്വൽ ടു the emission power of a real body, the emission for a black body. So energy emitted by a real body, that's equal to epsilon into EV. So epsilon into EV. So this emitted radiation is equal to epsilon into EV, where epsilon is the emissivity of the surface and EB is the emissive power of a black body. Black body real body യോട് കമ്പയർ ചെയ്യുമ്പോൾ റിയൽ ബോഡി ആണെങ്കിൽ എപ്സിലോണിന്റെ വാല്യൂ 1 ആയിരിക്കും. ദാറ്റ് ഈസ് E is equal to EB only. E equal to EB only. പക്ഷേ റിയൽ സർഫസ് ആണെങ്കിൽ so you have to multiply with emissivity. So emissivity into EB. So radiant energy emitted by a real surface is equal to epsilon into EB. So that is this term epsilon into EB. ഇനി നമ്മുടെ സർഫസ് റിഫ്ലക്റ്റീവ് ആയതുകൊണ്ട് നമുക്കറിയാം റിഫ്ലക്റ്റിവിറ്റി എന്താണെന്ന് കണ്ടു. അപ്പം it is done by rho is equal to GR divided by GR. ടോട്ടൽ വരുന്ന റേഡിയേഷനിൽ എത്രത്തോളം എനർജി റിഫ്ലക്ട് ചെയ്തു. സോ GR by G. GR എന്ന് പറയുന്നതാണ് റിഫ്ലക്റ്റഡ്. സോ GR is equal to rho into GR. So GR from the above relation, ഈ റിലേഷൻ GR is equal to rho into GR. So അത്രത്തോളാണ് റിഫ്ലക്ട് rho G. It is the reflected radiation. Rho times G ആയിരിക്കും reflected. So rho is the reflectivity. So ഈ റിഫ്ലക്റ്റർ റേഡിയേഷനെയും എമിറ്റർ റേഡിയേഷനെയും സം ആണ് റേഡിയോസിറ്റി എന്ന് പറയും. So radiosity is the total radiation leaving the surface per unit area per unit time. It is called the radiosity. So radiosity it is summation of reflected radiation and emitter radiation. ഏത് ബോഡി എടുത്താലും അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. So that emitter radiation it is depending on the emissivity. Emissivity is nothing but emissive power of a real body to the emissive power of a black body. So emissivity is equal to emissive power of a real body is equal to emissivity into EB. അതാണ് ഈ ഒരു ടേം വരുന്നത്. ഇനി ഒരു ബോഡിയിലേക്ക് റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ ആ ബോഡി കുറച്ച് റേഡിയേഷൻ റിഫ്ലക്ട് ചെയ്യും. സോ അത് റിഫ്ലക്റ്റിവിറ്റി നമ്പറാണ്. റിഫ്ലക്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു GR by G. So GR emitter radiation GR is equal to rho into G. So rho into G അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഇത് രണ്ടും സം ആണ് റേഡിയോസിറ്റി എന്ന് പറയുക. ആ റേഡിയോസിറ്റി ഇറ്റ് ഈസ് നോട്ട് ബൈ J എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. J it is summation of epsilon EB plus rho G. സോ അതാണ് റേഡിയോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് റിലേഷൻ ആണ്. ആ റിലേഷൻ നമ്മുടെ സ്റ്റാർട്ട് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ദാറ്റ് ഈസ് അബ്സോർബിറ്റിവിറ്റി ആൽഫ പ്ലസ് റിഫ്ലക്റ്റിവിറ്റി റോ പ്ലസ് ട്രാൻസ്മിറ്റിവിറ്റി ടോ ഇസ് ഈക്വൽ ടു 1. അബ്സോർബിറ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി, ട്രാൻസ്മിറ്റിവിറ്റി ദ സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1. അത് എങ്ങനെയാ വന്നതെന്നുള്ള കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു സർഫസിലേക്ക് റേഡിയേഷൻ G വന്നു കഴിഞ്ഞാൽ കുറച്ച് G റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ച് G അബ്സോർബ് ചെയ്യും, G is absorbed, then കുറച്ച് part of the G this is GA and part of the G it is transmitted. Okay, so G total G is equal to GA plus GT plus GR. So if you divide by G കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ G, this portion of the energy, this is the portion of the energy, this absorbed just not by alpha, G by G is 1 plus GT by G is not by rho.
sorry, it is not by tau. Tau എന്ന് പറഞ്ഞ സിമ്പിളാണ് യൂസ് ചെയ്തത്. Rho r by g, that is rho. So rho, sorry, alpha plus rho plus tau is equal to 1. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ rho plus tau is equal to 1. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു it is an opaque body. Opaque എന്ന് വെച്ച് കഴിഞ്ഞാൽ no transmittivity. Tau is equal to 0. Tau is equal to 0. Tau 0 ആണെങ്കിൽ tau is equal to 0 ആണെങ്കിൽ alpha plus rho is equal to 1. Then rho can be written as rho is equal to 1 minus alpha. അപ്പോൾ നമ്മുടെ റിലേഷൻ എടുക്കുന്നു, ഈ റോയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റോ ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് 1 minus alpha. So J is equal to epsilon EB. J is equal to ഈ റിലേഷനിൽ നിന്ന് J is equal to epsilon EB plus instead of rho I am substituting as 1 minus alpha into G. വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു. നമുക്ക് കിർച്ചോഫ് ലോ അറിയാം. കിർച്ചോഫ് ലോയിൽ പറഞ്ഞു ആൽഫ അബ്സോർപ്റ്റിവിറ്റി ഈസ് ഇക്വൽ ടു എമിസിവിറ്റി. ദാറ്റ് ഈസ് ബൈ കിർച്ചോഫ് ലോ ആൽഫ ഈസ് ഇക്വൽ ടു എമിസിവിറ്റി. സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. J is equal to epsilon EB plus 1 minus epsilon instead of alpha, this substitute as emissivity into G. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ we'll get this form. G is equal to J minus epsilon EB, J minus epsilon EB divided by 1 minus epsilon. So that is G. G, it is the total incident radiation. Total incident radiation. G നമ്മൾ ഇവിടെ കണ്ടു. G, it is the total incident radiation. Okay, so ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഇനി ഫർദർ ആയിട്ട് ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ എൻഡിൽ we'll put in this form. We have to get this expression. Rate of heat transfer from surface 1 to 2 is equal to A1 sigma T1 raised to 4 minus T2 raised to 4 divided by 1 minus epsilon 1 by epsilon 1 plus 1 by F12 shape factor plus 1 minus epsilon 2 by epsilon 2 into A1 by A2. ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ എ റേഡിയൻ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ടു സർഫസ്. രണ്ട് സർഫസ് തമ്മിലുള്ള റേഡിയൻ എനർജി, റേഡിയൻ എനർജി എക്സ്ചേഞ്ച് എന്നുള്ള എക്സ്പ്രഷൻ ആണ്. അത് എന്താണോ ഈ ഫൈനൽ എക്സ്പ്രഷൻ വിൽ ഡെറൈവ് ടുമോറോ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, ഓക്കെ. ആ ഡെറിവേഷൻ അടുത്ത ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം ടൈം എടുക്കും. ഓക്കെ, ഇതിൽ പല പല റെസിസ്റ്റൻസ് ഫോം വരുന്നുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ഡിസ്കഷൻ ആവശ്യമുണ്ട്. സോ ഐ വിൽ ടേക്ക് ടുമോറോ. സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടേക്ക് ദ അറ്റൻഡൻസ്. പെട്ടെന്ന് നമ്പർ പറഞ്ഞു. നമ്പർ 1 Sir, 1%. 2%. 3 3 absent. 4 absent. 5 4% sir. 4% sir. ഓർക്കിടക്കായിരുന്നു. 5 5%. 6 6% sir. 7 7%. 8 8% sir. 9 absent. 10 11 12 12% sir. 13 13% sir. 14 absent. 15 16 absent. 17 18 Present sir. 19 Present sir. 20 20% sir. 21 21% sir. 22 22% sir. 23 23% sir. 24 absent. 25 25. 26 26. 27 27. 28 28. 29 29
29%, sir. 30, 31, 31. 32, 32%, sir. 33, Sir. 34, 34. 35, 55. 36, Percent, sir. 37, Present, sir. 38, Present, sir. 39, Present, sir. 40, Present, sir. 41, 41, 41%. 41%. 42, 42%. 43, 43. 44, 44 sir. 45, 45. 46, 46. 47, 47. 48, 48. 49, 49. 50, 50%. 51, 51. 52. 53, 53. 54, 55, 54%, sir. 56. 56, 57. 58, 58%, sir. 59, 59%, sir. 60, Percent. 61, Present, sir. 62, 62%, sir. 63,